ഈ സാഹിത്യം അതിനകത്തെ വാസ്തവത്തിൽ ഞാൻ ഇതെപ്പോഴും പറയും, സാഹിത്യത്തിന് സൃഷ്ടിയും മ്യൂസിക്കിന് പാർട്ടിയുമാണ് എൻ്റെ കണക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 60% ആണ് ലിറിക്സിന്. ഇങ്ങനെ പറയുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പോൾ ഇല്ല. അവർ പറയും 80%. അല്ല, ഞാൻ ഇന്ന് പറഞ്ഞല്ലത്, ഒരുപാട് ദിവസം മുമ്പേ പറഞ്ഞത്. എന്ന് വെച്ചാൽ എൻ്റെ ഒന്ന് ചോദിച്ചു. കാരണം ഈ പാട്ടിനകത്ത് നമ്മളൊരു മ്യൂസിക്കിൽ ഒരെണ്ണം ഒന്ന് കാണുമ്പോൾ അതിൻ്റെ ഭാവനയെ, അത് ആ ഭാവന ഉണ്ടെങ്കിലേ ഈ സാധനം നന്നാവുള്ളൂ. ശരിയാ. ആകാശിൽ കൂടെ ചന്ദ്രൻ പോയി മറ്റേ ഇതിൻ്റെ കൂടെ വള്ളം പോയി എന്ന് പറഞ്ഞ് അതിനകത്ത് വല്ലതും കിട്ടുമോ? നമുക്ക് കിട്ടുമോ? കിട്ടില്ല. എത്ര സമുദ്രം ചാർത്തി ഇത്രയും നിന്റെ കണ്ണിൽ നിന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് അത് അതുപോലെ ഇപ്പോൾ ഒന്നുമില്ല. ശ്രാന്തമുമ്പരം മഹാകവിജിയുടെ കവിതയാണ്. കവിത അത് വാസ്തവത്തിൽ എനിക്ക് സംസ്കൃതം വലിയ നിശ്ചയമില്ല. പക്ഷേ അഭയത്തിൻ്റെ അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നി അതിനകത്ത് എന്തോ ഉള്ളൊരു ഒരു ഒരു നമ്മളല്ലാണ്ടൊരു ഒരു ഒരു ഫാറം എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രാന്തമംബരം നിദാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തമാരബ്ധക്ലേശ രോമന്ധം മമ സ്വാന്തം ദൃപ്തസാഗര ഭവദ്രൂപദർശനാൽ അർദ്ധസുപ്തമെന്നാത്മാവാന്തർലോചനം തുറക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ അപാരതയുടെ നീലഗംഭീരോധ രക്ഷായ നിന്നാശ്ലേഷത്താൽ എന്നൊക്കെ പറഞ്ഞു. എൻ മനം ജൃംഭിക്കുന്നു, എൻ മനം ജൃംഭിക്കുന്നു ശ്രാന്തമംബരം. സാഗരഗീതം എന്നുള്ള മഹാകവിജിയുടെ കവിതയാണ്. സാഗരഗീതം ഇത് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഈ സമുദ്രത്തിൻ്റെ അതിൻ്റെ സാഗരഗീതം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്ത് വന്ന സാധനമാണ് എനിക്ക് നമുക്ക് ഈ സാഗരഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഫിറ്റ് അങ്ങനെ കിട്ടിയതാണ്.